ഹലോ, വെൽക്കം ടു ഈസി ക്ലാസ് ബൈ മൂസിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ എടുക്കാൻ പോകുന്നത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിൻ്റെ ഫസ്റ്റ് സെമസ്റ്ററായ ഹിസ്റ്ററി മേജറാണ്. നമ്മൾ ഓൾറെഡി 2 പാർട്ട് ഫസ്റ്റത്തെ മൊഡ്യൂൾ ചെയ്ത് കഴിഞ്ഞു അല്ലേ. ഇനി നമുക്ക് ആ ഫസ്റ്റത്തെ മൊഡ്യൂളിൽ ബാക്കി പോർഷനും കൂടി നോക്കാം. അപ്പോൾ നമ്മൾ ഈ നോക്കാൻ ടൈപ്പ് ഓഫ് സോയിൽസിനെ പറ്റിയാണ്. ദ ലാൻഡ് ഓഫ് കേരളം ഹാവ് റിച്ച് സോയിൽ വെറൈറ്റീസ്. അപ്പോൾ ഒരുപാട് വെറൈറ്റി സോയിൽസ് ഉള്ള ഒരു സംസ്ഥാനമാണ് നമ്മുടെ കേരളം എന്ന് പറയുന്നത്. The soils of Kerala have been classified into 10 groups. ഈ കേരളത്തിൽ സോയിൽസിന് 10 തരം ഗ്രൂപ്പുകളായിക്കൊണ്ടാണ് പറയുന്നത്. അപ്പോൾ എത്ര തരം സോയിൽസ് ഉണ്ട് എന്ന് നമുക്കിനി നോക്കാം. അപ്പോൾ ഫസ്റ്റ് വൺ റെഡ് സോയിൽ, ചുവന്ന മണ്ണ്. സെക്കൻഡ് വൺ ലാറ്ററൈറ്റ് സോയിൽ. പിന്നെ തേർഡ് വൺ കോസ്റ്റൽ അലൂമിനിയം സോയിൽ, അതായത് തീരദേശത്ത് എക്കൽ മണ്ണാണ്. പിന്നെ നാലാമത്തെ റിവറൻ അലൂമിനിയം സോയിൽ, അതായത് നദീതീരത്തുള്ള മണ്ണിനെയാണ് റിവറൻ അലൂമിനിയം സോയിൽ എന്ന് പറയുന്നത്. പിന്നെ അഞ്ചാമത്തെ ഗ്രേയിഷ് ഓണട്ടുകര സോയിൽ. പിന്നെ ആറാമത്തെ ബ്രൗൺ ഹൈഡ്രോമോർഫിക് സോയിൽ. പിന്നെ ഹൈഡ്രോമോർഫിക് സലൺ സോയിൽ. പിന്നെ ആക്സീഡ് സലൈൻ സോയിൽ. പിന്നെ ബ്ലാക്ക് സോയിൽ. പിന്നെ ലാസ്റ്റത്തെ സോയിൽ എന്ന് പറഞ്ഞാൽ ഫോറസ്റ്റ് ലോൺ അല്ലെങ്കിൽ ഫോറസ്റ്റ് സോയിൽ, അതായത് വനത്തിലെ മണ്ണിനെയാണ് ഫോറസ്റ്റ് സോയിൽ എന്ന് പറഞ്ഞത്. ഇനി ഇത് ഓരോന്നും നമുക്ക് വിശദീകരിച്ച് നോക്കാം കേട്ടോ. അപ്പോൾ ഒന്നാമത്തെ റെഡ് ലോൺ അല്ലെങ്കിൽ ചുവന്ന മണ്ണ്. റെഡ് ലോൺ ഈസ് ലോക്കലൈസ്ഡ് ഇൻ ദ സൗത്തൻ പാർട്ട് ഓഫ് തിരുവനന്തപുരം ഡിസ്ട്രിക്റ്റ്, അതായത് തിരുവനന്തപുരം ജില്ലയുടെ തെക്കൻ ഭാഗങ്ങളിലാണ് ഇത് കൂടുതലായിക്കാണ്ട് ചുവന്ന മണ്ണ് കാണപ്പെടുന്നത്. പിന്നെ അതേപോലെ തന്നെ തിരുവനന്തപുരത്ത് തിരുനെൽവേലി മേഖലയിൽ നിന്ന് പാച്ചല്ലൂര്, പിന്നെ തിരുവല്ലം, വെങ്ങാനൂർ എന്നിവിടങ്ങളിലാണ് ഇത് കൂടുതലായിക്കാണ്ട് വ്യാപിച്ചു കിടക്കുന്നത് തിരുവനന്തപുരത്ത്. പിന്നെ അതേപോലെ തന്നെ ഈ ഒരു മണ്ണ് എന്ന് പറഞ്ഞാൽ വല്ലാതെ ഫലപുഷ്ടമായ മണ്ണൊന്നല്ല, വല്ലാതെ യൂസും കാര്യമൊന്നും കൃഷിക്കും കാര്യങ്ങളൊക്കെ വല്ലാതെ യൂസൊന്നും ഇല്ലാത്ത മണ്ണാണ് എന്നാണ് പറയുന്നത്. ഇനി നമുക്ക് രണ്ടാമത്തെ നോക്കാം. ലാറ്ററൈറ്റ് സോയിലാണ് രണ്ടാമത്തെ. ലാറ്ററൽ സോയിൽ ഈസ് ദ മോസ്റ്റ് പ്രൊമണൻറ്റ് ഇൻ ദ കേരളം. കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത് ലാറ്ററൽ മണ്ണാണ്. കേരളത്തിൽ മൊത്തം ഭൂമിയുടെ 68% ഇത് ഉൾക്കൊള്ളുന്നു, ഈ ഒരു മണ്ണ്. അപ്പോൾ ഈ ഒരു മണ്ണ് പ്രധാനമായിക്കാണ്ടും മലപ്പുറം, കണ്ണൂർ, കോഴിക്കോട്, കാസർഗോഡ് എന്നീ ജില്ലകളിലാണ് കൂടുതലായിക്കാണ്ടുള്ളത്. പിന്നെ ഈ ഒരു മണ്ണ് റബ്ബർ, കുരുമുളക്, കശുവണ്ടി, അർക്ക, മരിച്ചീനി, വാഴ, പച്ചക്കറികൾ തുടങ്ങിയ എല്ലാ കൃഷിക്കും നല്ല യൂസ്ഫുള്ളാണ്, അല്ലെങ്കിൽ അനുയോജ്യമാണ് എന്നാണ് പറയുന്നത്. ഇനി നമുക്ക് മൂന്നാമത്തെ സോയിൽ നോക്കാം. അതിന് കോസ്റ്റൽ അലൂവിയൽ സോയിൽ അല്ലെങ്കിൽ തീരദേശ മണ്ണ്. അപ്പോൾ തീരദേശ പ്രദേശങ്ങളിലാണ് കൂടുതലായിക്കാണ്ട് കോസ്റ്റൽ അലുമിനിയം സോയിൽ കാണപ്പെടുന്നത്. പിന്നെ അതേപോലെ തന്നെ ഫലഭൂഷ്ടമായ കുറഞ്ഞ മണൽ മണ്ണാണിത്. ഇനി നമുക്ക് ഇത്ര കാര്യങ്ങളാണ് കോസ്റ്റൽ അലുമിനിയം സോയിലുള്ളത്. ഇനി നമുക്ക് നാലാമത് നോക്കാം. റിവറൈൻ അലൂമിനിയം സോയിൽ നദിയിലെ എല്ലുമൽ മണ്ണാണ്. അപ്പോൾ മലയാളം മീനിങ് എന്ന് പറഞ്ഞാൽ നദികളുടെയും അവയുടെ പോഷക നദികളുടെയും വെള്ളപ്പൊക്ക സമനിലകളിലാണ് നദീതീരത്തുള്ള മണ്ണ് സാധാരണയായി കാണപ്പെടുന്നത്. അപ്പോൾ നെൽകൃഷിക്കും പച്ചക്കറി കൃഷിക്കും ഈ മണ്ണ് ഏറ്റവും ഫലപുഷ്ടമാണ്. പിന്നെ എക്സാമിന് എന്ന് പറഞ്ഞാൽ ഈ ടൈപ്പ് ഓഫ് സോയിൽ എന്ന് പറഞ്ഞത് ചിലപ്പം 10 മാർക്കിന് അതേപോലെ അല്ലെങ്കിൽ 5 മാർക്കിന് വരാനാണ് ചാൻസ് തോന്നല്ലത് കേട്ടോ. അതുകൊണ്ട് നിങ്ങൾക്ക് ഇത്രയൊക്കെ പോയിന്റ് മതിയാവും, കുറേ നീട്ടി വലിച്ച് എഴുതേണ്ട കാര്യം ഉണ്ടാവില്ല. എല്ലാ ടോപ്പിക്കിനും 2 പോയിന്റ് വെച്ച് കണ്ട് എഴുതിയാൽ മതിയാവും. പിന്നെ അഞ്ചാമത്തെ സോയിലാണ് ഗ്രേയിഷ് ഓണാട്ടുകര. ഇത് ഉണ്ടാകുന്ന കടൽ നിക്ഷേപം മൂലം ഉണ്ടാകുന്ന മണ്ണാണ് ഈ ഗ്രേയിഷ് ഓണാട്ടുകര എന്ന് പറഞ്ഞാൽ. പിന്നെ അതേപോലെ തന്നെ കരുനാഗപ്പള്ളി, പിന്നെ കാർത്തികപ്പള്ളി, മാവേലിക്കര, ആലപ്പുഴ എന്നിവ ഉൾപ്പെടുന്ന ഓണാട്ടുകര മേഖലയിലാണ് പ്രധാനമായും ഇത് ഉണ്ടാകുന്നത്. ഈ മണ്ണിൽ ഫലപുഷ്ടത വളരെ കുറവാണ്. ഇനി നമുക്ക് അടുത്ത ആറാമത്തെ സോയിൽ എന്താ നോക്കാം. ബ്രൗൺ ഹൈഡ്രോമോർഫിക് സോയിൽ. അപ്പോൾ കേരളത്തിൽ താഴ്വരയുടെ അടിത്തട്ടിലും അതേപോലെ തന്നെ മിഡ്ലാൻഡ് ഭൂപ്രകൃതിയിലും വ്യാപകമായി കാണപ്പെടുന്ന ഒന്നാണ് തവിട്ട് നിറത്തിലുള്ള ഹൈഡ്രോമോർഫിക് മണ്ണ് എന്ന് പറയുന്നത്. പിന്നെ അതേപോലെ ഇത് ഉണ്ടാകുന്ന കുന്നുകളിൽ നിന്നും മലകളിൽ നിന്നുമുള്ള മഴവെള്ളം കൊണ്ടുപോകുന്ന അവശിഷ്ട നിക്ഷേപമാണ് ഇത് ഉണ്ടാവാൻ കാരണം. ഇനി ഏഴാമത്താണ് ഹൈഡ്രോമോർഫിക് സലൈൻ സോയിൽ.
അപ്പോൾ ഇത് ആ കായലുകളുടെ തീരദേശത്താണ് ഹൈഡ്രോമോർഫിക് ലവണാംശമുള്ള മണ്ണ് കൂടുതലായി കാണപ്പെടുന്നത്. ഇനി ഏതൊക്കെ സ്ഥലത്താ നോക്കാം. ആലപ്പുഴ, എറണാകുളം, തൃശ്ശൂർ, കണ്ണൂർ എന്നിവിടങ്ങളിലാണ് ഇത് കൂടുതലായിക്കാണ്ട് കാണപ്പെടുന്നത്. പിന്നെ അതേപോലെ തന്നെ എറണാകുളം ജില്ലയിലെ പൊങ്കാലി വയലുകളിലും കണ്ണൂർ ജില്ലയിലെ കൈപ്പാട് പാടങ്ങളിലും ഈ മണ്ണിൻ്റെ ഏറ്റവും നല്ല അപ്പം ഉദാഹരണമായിക്കാണ് നമുക്ക് ഒരുപാട് കാണാൻ വേണ്ടി പറ്റുമെന്നാണ് പറയുന്നത്. ഇനി നമുക്ക് എട്ടാമത്തെ നോക്കാം. ആസിഡ് സലൈൻ സോയിൽ. അപ്പോൾ ഇത് കൂടുതലായി കാണപ്പെടുന്നു കുട്ടനാട് ഏരിയകളിൽ മാത്രമാണ്. അപ്പോൾ ആസിഡ് ലവണാംശമുള്ള മണ്ണ് അല്ലെങ്കിൽ കുട്ടനാട് അലൂവിയൻ വെള്ളം കെട്ടി നിൽക്കുന്ന മണ്ണാണ് ആസിഡ് സലൈൻ സോയിൽ എന്ന് പറഞ്ഞാൽ. ഇത് ആലപ്പുഴ ജില്ലയിലെ കുട്ടനാട് മേഖലയിൽ മാത്രം ഒതുങ്ങുന്ന തരത്തിലുള്ളൊരു മണ്ണാണ്. പിന്നെ ഒമ്പതാമത്താണ് ബ്ലാക്ക് സോയിൽ, കറുത്ത മണ്ണ്. കറുത്ത മണ്ണ് പാലക്കാട് ജില്ലയിൽ മാത്രം കാണപ്പെടുന്ന ഒന്നാണ്. ഈ മണ്ണ് നിലക്കടല പിന്നെ പരുത്തി കൃഷിക്ക് വളക്കുറവുള്ളതാണ്. പിന്നെ പത്താമത്തെ എന്ന് പറയുന്നത് ഫോറസ്റ്റ് സോയിലാണ്. സംസ്ഥാനത്തിന്റെ കിഴക്കൻ മലയോര മേഖലകളിലാണ് കൂടുതലായിക്കാണ്ട് ഫോറസ്റ്റ് സോയിൽ കാണപ്പെടുന്നത്. അപ്പൊ ഇതൊക്കെയാണ് വിവിധ തരത്തിലുള്ള സോയിൽസ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് അടുത്ത ടോപ്പിക്കിലേക്ക് പോകാം. പിന്നെ അതുപോലെ തന്നെ ഞാൻ ഇപ്പോൾ ക്ലാസ് എടുക്കുമ്പോൾ ഞാൻ നോട്ട്സ് എന്ന് പറഞ്ഞ് ഞാൻ സ്ക്രീനിൽ കൊടുത്തേക്കണേ. അപ്പോൾ ഈ ഇംഗ്ലീഷിൻ്റെ നോട്ട് ഞാൻ വായിക്കാത്തതിൻ്റെ കാരണം പിന്നെ അത് ഒരുപാട് ലെങ്ത് ആവും. അപ്പോൾ പിന്നെ അതിനേക്കാൾ നല്ലത് എന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷും കൂടി പറയുമ്പോൾ നിങ്ങൾക്ക് ഒരു ക്ലാരിഫിക്കേഷൻ കുറവുണ്ടാവും. ഇത് മലയാളത്തിൽ ഞാൻ ഇതിങ്ങനെ വിശദീകരിച്ച് കാര്യങ്ങൾ പറഞ്ഞു തരുമ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് ഇപ്പോൾ എക്സാമിനൊക്കെ ആയാലും ഇതിൻ്റെ ഒരു ജസ്റ്റ് ഒരു ആശയം എന്താണ് ഇന്ന സംഭവമാണെന്നൊക്കെ പെട്ടെന്ന് നിങ്ങൾക്ക് ഓടും. അതിന് വേണ്ടിയാണ് ഇംഗ്ലീഷും കൂടി ഞാൻ അതിൻ്റെ കൂടെ ആഡ് ചെയ്യാത്തത് കേട്ടോ. അപ്പോൾ പിന്നെ ഒരുപാട് ലെങ്ത് ആവുകയും ചെയ്യും. കാരണം ഇതൊക്കെ നിങ്ങൾ കേൾക്കും വേണ്ടേ. അപ്പോൾ അതിനും വേണ്ടിയാണ് ഞാൻ സിമ്പിൾ രീതിയിലാട്ടോ ക്ലാസ് എടുത്തത്. ഇനി നിങ്ങൾക്ക് വേണ്ട ഇംഗ്ലീഷും കൂടി ആഡ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ പറയേണ്ടി കേട്ടോ. പിന്നെ അടുത്ത ടോപ്പിക്കാണ് ക്ലൈമറ്റ് അല്ലെങ്കിൽ കാലാവസ്ഥ പിന്നെ മൺസൂൺസ്. അപ്പോൾ കേരളം എന്ന് പറയുന്ന ഉഷ്ണമേഖല കാലാവസ്ഥ മേഖലയിലാണ് നിൽക്കുന്നത്. ഇപ്പോൾ നമ്മുടെ കേരളം എന്ന് പറഞ്ഞാൽ അപ്പോൾ ഈ പ്രദേശത്തിൻ്റെ പ്രധാന സവിശേഷത എന്ന് പറയുന്നത് മൺസൂണും അതേപോലെ ചൂടുള്ള വേനൽക്കാലം ഉള്ളതാണ് നമ്മുടെ കേരളത്തിൻ്റെ സവിശേഷത എന്ന് പറയുന്നത്. ഈ മൺസൂൺ കൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നത്? മൺസൂൺ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു വർഷത്തിൽ നേരം നമ്മുടെ രണ്ട് ടൈമിൽ മഴ പെയ്യുന്നുണ്ട്. ഇടവിട്ടുകാണ്ട് മഴ പെയ്യുന്നതിനെയാണ് മൺസൂൺ എന്ന് പറയുന്നത്. ആ മഴയ്ക്ക് പറയുന്നത് എന്താണ്? ഇടവപ്പാതി അതേപോലെ തുലാവർഷം. ഇടവേളയ്ക്ക് ശേഷമാണ് തുലാവർഷം മഴയും കൂടി വരുന്നത്. അപ്പോൾ അതിനെയാണ് മൺസൂൺസ് എന്ന് പറയുന്നത് കേട്ടോ. അത് നമുക്ക് ഇനി വിശദീകരിച്ച് പഠിക്കാനുണ്ട്. നമുക്ക് നോക്കാം. പിന്നെ പടിഞ്ഞാറൻ അറബിക്കടലിൻ്റെ സാന്നിധ്യവും കിഴക്ക് പശ്ചിമഘട്ട മലനിരകളും ഉള്ളതിനാൽ കേരളത്തിൽ വേനൽ അതേപോലെ തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ പിന്നെ വടക്ക് കിഴക്കൻ മൺസൂൺ ശീതകാലം എന്നിങ്ങനെ 4 ഋതുക്കളാണ് കണ്ടിന്യൂസ് ആയിക്കൊണ്ട് ഓരോ വർഷവും ഇങ്ങനെ കണ്ടിന്യൂസ് ആയിക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നതല്ലേ. ഇനി നമുക്ക് ഈ 4 ഋതുക്കൾ അപ്പോൾ ഏതൊക്കെ മാസം തുടങ്ങുന്നത് അതേപോലെ അവസാനിക്കുമെന്ന് നോക്കാം. അപ്പോൾ വേനൽക്കാലം മാർച്ചിലാണ് തുടങ്ങുന്നത് അതേപോലെ അവസാനിക്കുന്നത് മെയ്യിലാണ്. പിന്നെ അതേപോലെ തന്നെ അപ്പോൾ തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ തുടങ്ങുന്നത് ജൂൺ തൊട്ട് ഒക്ടോബറിലാണ് ഇതിൻ്റെ അവസാനം എന്ന് പറയുന്നത്. പിന്നെ ഒക്ടോബർ മുതൽ ഡിസംബർ വരെയാണ് വടക്കു കിഴക്കൻ മൺസൂൺ കാലം എന്ന് പറയുന്നത്. പിന്നെ ജനുവരി ഫെബ്രുവരി മാസങ്ങളിലാണ് ശീതകാലം വരുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ മാസക്കണക്ക് എന്ന് പറഞ്ഞാൽ. പിന്നെ സെപ്റ്റംബർ മുതൽ ഫെബ്രുവരി വരെ സുഖകരമായ കാലാവസ്ഥയാണ്. അപ്പോൾ നല്ലൊരു കാലാവസ്ഥയാണ് സെപ്റ്റംബർ അതേപോലെ ഫെബ്രുവരി എന്നൊക്കെ പറയുന്നത്. അപ്പോൾ പ്രത്യേകിച്ച് മഴയും ഉണ്ടാവില്ല ചൂടും ഉണ്ടാവില്ല തണുപ്പും ഉണ്ടാവില്ല അങ്ങനത്തെ നല്ലൊരു കാലാവസ്ഥയാണ്. പിന്നെയെന്ന് പറഞ്ഞാൽ മാർച്ച് മുതൽ മെയ് വരെയുള്ള വേനൽക്കാല മാസങ്ങൾ എന്ന് പറയുന്നത് നല്ല ചൂടില്ല ഒരു ടൈം ആവും എന്നാണ് പറയുന്നത്. പിന്നെ അതേപോലെ ഹൈ റേഞ്ചുകളിൽ വർഷം മുഴുവനും തണുത്ത കാലാവസ്ഥയുണ്ട്. അതേസമയം സമനിലകൾ ചൂടും ഈർപ്പമുള്ളതും ആവാനും അപ്പം സാധ്യത ഉണ്ട് എന്നാണ് പറയുന്നത്. ഇനി നമുക്ക് അടുത്ത ടോപ്പിക്ക് നോക്കാം. ഇനി നമുക്ക് 2 മൺസൂൺ ഏതൊക്കെയാന്ന് നോക്കാം. ഇടവപ്പാതി തുലാവർഷം. കേരളത്തിൽ 2 കാലവർഷമാണ് ഇടവപ്പാതി തുലാവർഷം. അപ്പോൾ തെക്കു പടിഞ്ഞാറൻ മൺസൂൺ കേരളത്തിലെ പ്രധാന മഴക്കാലമാണ്. പിന്നെ അതേപോലെ ഇത് ഏകദേശം 85% മഴ നൽകുന്ന ഒരു മാസമാണ് ജൂൺ തൊട്ട് ഒക്ടോബർ വരെയുള്ള മാസം എന്ന് പറയുന്നത്.
അപ്പോൾ മലയാള മാസമായ ഇടവത്തിൻ്റെ ഇടയിൽ ആരംഭിക്കുന്നതിനാൽ പ്രാദേശികമായി ഇതിനെ ഇടവപ്പാതി എന്ന് വിളിക്കാൻ കാരണം ഇതാണ്. പിന്നെ അതേപോലെ പശ്ചിമഘട്ടത്തിൻ്റെ കാറ്റാടിസ്ഥാനത്തിലാണ് കേരളം സ്ഥിതി ചെയ്യുന്നത്. അതുകൊണ്ട് മൺസൂൺ കാറ്റ് അപ്പോൾ ആദ്യം ബാധിക്കുന്ന ഒരു സംസ്ഥാനമാണ് കേരളം എന്ന് പറയുന്നത്. ഈ സംസ്ഥാനത്ത് അതുകൊണ്ട് തന്നെ നല്ല മഴ അപ്പോൾ കിട്ടുകയും ചെയ്യും നമ്മുടെ കേരളത്തിൽ. പശ്ചിമഘട്ടത്തിൻ്റെ ചെരിവിലാണ് ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്നത്. മഴക്കാലമായാൽ നദികൾ നിറഞ്ഞൊഴുകുന്നു. എറണാകുളം ജില്ലയിലെ പെരിയാറിൻ്റെ തീരത്തുള്ള നേര്യമംഗലം ഗ്രാമത്തിലാണ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്നത്. അപ്പോൾ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന എറണാകുളം ജില്ലയിലെ പെരിയാറിൻ്റെ ഭാഗത്താണ് ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്നത്. അതേപോലെ തന്നെ അപ്പം ഇടുക്കി ജില്ലയിലെ ചിന്നാറിലാണ് ഏറ്റവും കുറഞ്ഞ മഴ ലഭിക്കുന്നത്. ഈ സീസൺ സെപ്റ്റംബർ അവസാനം വരെ തുടരുമെന്നാണ് പറയുന്നത്. ഇനി നമുക്ക് തുലാവർഷത്തിനെ പറ്റി നോക്കാം. വടക്കു കിഴക്കൻ മൺസൂൺ, റിക്രിയേറ്റ് മൺസൂൺ അല്ലെങ്കിൽ റിവേഴ്സ് മൺസൂൺ എന്നും അറിയപ്പെടുന്നു. കാരണം എന്താ വെച്ചാൽ ഇപ്പോൾ ഒരു മഴ കഴിഞ്ഞതിന് ശേഷം കുറച്ച് ഇടവിട്ട് പിന്നെ മഴ വരുന്നത് കൊണ്ടാണ് റിവേഴ്സ് മൺസൂൺ എന്ന് വിളിക്കുന്നത്. അപ്പോൾ തെക്ക് പടിഞ്ഞാറ് മൺസൂൺ കാറ്റ് തിരിച്ചു വരുമ്പോൾ ഇത് കേരളത്തെ നല്ല ബാധിക്കുമെന്നാണ് പറയുന്നത്. അതേപോലെ മലയാള മാസമായ തുലാം മുതൽ മഴ ആരംഭിക്കുന്നത് കൊണ്ടാണ് പ്രാദേശികമായി തുലാവർഷം എന്നിതിനെ വിളിക്കുന്നത്. ഇത് ഒക്ടോബർ, നവംബർ മാസങ്ങളിൽ വരുന്നു. അപ്പോൾ ചിലപ്പോൾ ഡിസംബർ വരെ ഈ ഒരു മഴ തുടരുമെന്നാണ് പറയുന്നത്. ഈ സീസണിലെ പ്രധാന മഴയുടെ സവിശേഷത എന്ന് പറയുന്നത് ഉച്ചയ്ക്ക് ശേഷം ശക്തമായ മഴയും ഇടിയും മിന്നലുമാണ്. ദിവസങ്ങൾ സാധാരണയായി ചൂടുള്ളതും അതേപോലെ ഈർപ്പമുള്ളതുമാവും. അപ്പോൾ വലിയ താപനില വ്യത്യാസമില്ലാതെ ഇടയ്ക്ക് മഴ പെയ്യുന്ന തുടരെ മഴയില്ലാതെ ഇടയ്ക്ക് മഴ പെയ്യുന്ന ഒരു മൺസൂണാണ് ഈ നോർത്ത് ഈസ്റ്റ് മൺസൂൺ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നല്ല ഇടിയും മിന്നലും ഈ ഒരു ഈ നോർത്ത് ഈസ്റ്റ് മൺസൂണിൽ നല്ല ഉണ്ടാകുമെന്നാണ് പറയുന്നത്. ഇനി നമുക്ക് അടുത്ത ടോപ്പിക് എന്താ നോക്കാം. അപ്പോൾ ഫ്ലോറ ആൻഡ് ഫോണ, സസ്യജന്തുജാലങ്ങൾ. അപ്പോൾ ലോകത്തിലെ ജൈവ വൈവിധ്യത്തിൻ്റെ 18 ഹോട്ട്സ്പോട്ടുകളിൽ ഒന്നാണ് അപ്പോൾ പശ്ചിമഘട്ടത്തെ എന്നറിയപ്പെടുന്നത്. പ്രാദേശികവും അപൂർവവും വംശനാശ ഭീഷണി നേരിടുന്നതുമായ സസ്യജന്തുജാലങ്ങളുടെ ഒരു ശേഖരണമായി ഇത് കണക്കാക്കപ്പെടുന്നു. ഭക്ഷ്യവിളകളും നാണ്യവിളകളും ഉൾപ്പെടെയുള്ള ബഹുവിളകൾ ഉയർന്ന പ്രദേശങ്ങളിലെയും മധ്യപ്രദേശത്തെയും ചെരിവുകളിൽ കൃഷി ചെയ്യുന്നു. അപ്പോൾ തെങ്ങുകളാണ് ഈ സംസ്ഥാനത്ത് സസ്യജന്തുജാലങ്ങൾ ആധിപത്യം പുലർത്തി കൂടുതലായി നിൽക്കുന്നത്. അപ്പോൾ കേരളത്തിലെ പ്രധാന വിളകൾ എന്ന് പറയുന്നത് തെങ്ങ്, അർക്കാനട്ട്, പിന്നെ നെല്ല്, തോട്ടവിളകൾ, പിന്നെ റബ്ബർ, കുരുമുളക്, ഏലം തുടങ്ങിയ തോട്ടവിളകളാണ് അപ്പോൾ കൂടുതലായിക്കാണ് ചെയ്യുന്നത്. അപ്പോൾ തീരപ്രദേശത്ത് നദീജല സമുദ്ര വിഭവങ്ങൾ അടങ്ങിയിരിക്കുന്നു. ഇനി കേരളത്തിലെ പലതരം സസ്യജാലങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഇനി പറയാനുള്ളത് ടോപ്പിക്കൽ എവർഗ്രീൻ ഫോറസ്റ്റിനെ പറ്റിയാണ്. അപ്പോൾ ഉഷ്ണമേഖലാ നിത്യഹരിത വനം എന്നറിയപ്പെടുന്ന നികിഡ വനങ്ങളുടെ ആവാസ കേന്ദ്രമാണ് കേരളത്തിന്റെ പശ്ചിമഘട്ടം എന്ന് പറയുന്നത്. ഈ പ്രദേശത്ത് ഉയർന്ന മഴയാണ് ലഭിക്കുന്നത്. ഈ നികിഡ വനത്തിന്റെ കട്ടിയുള്ള മേലാപ്പുകൾ സൂര്യപ്രകാശം വനത്തിനുള്ളിൽ കടക്കാൻ അനുവദിക്കുന്നില്ല. അപ്പോൾ ഇങ്ങനെ കാരണം അതൊരു തടസ്സമായി നിൽക്കുന്നത് കൊണ്ട്. അതിനാൽ പകലും ഇരുട്ടാണ് അവിടെ. അപ്പോൾ പ്രത്യേകിച്ച് വരണ്ട കാലം ഇല്ലാത്തതിനാൽ മരങ്ങൾ ഇലകൾ മൊത്തത്തിൽ പൊഴിക്കില്ല. ഇത് വനത്തെ നിത്യഹരിതമായി നിലനിർത്തുന്നു. അതുകൊണ്ട് വല്ലാതെ ഇലകളൊന്നും പൊഴിയാത്തതുകൊണ്ട് അത്ര കണ്ട് വൃത്തികേടൊന്നും ആവാതെ നല്ല ഭംഗിയോടെ നിർത്തുമെന്നാണ് പറയുന്നത്. അപ്പോൾ റോസ് വുഡ്, എംബോണി, മഹാഗണി തുടങ്ങിയ തടിമരങ്ങൾ ഇവിടെ കാണപ്പെടുന്നു. കടുവകളും ആനകളും പലതരം പക്ഷികളും ഈ കാടുകളിൽ അവയുടെ താമസിക്കുന്നുണ്ട് എന്നാണ് പറയുന്നത്. പിന്നെ അതേപോലെ തന്നെ ഇത് എവിടേക്കാണ് ഇല്ലതെന്ന് ചോദിച്ചാൽ കണ്ണാറ്, അതിരുമല, കുളത്തൂര്, പുഴ, റാണി, കോന്നി, ശബരിമല, സെന്തൂരുണ്ണി, പിന്നെ പെരിയാറ്, നേര്യമംഗലം, പിന്നെ പൂയംകുട്ടി, പിന്നെ വാഴച്ചാല്, വയനാട്, സൈലന്റ് വാലി എന്നിവിടങ്ങളാണ് തെക്ക് വടക്ക് വരെ ഉഷ്ണമേഖല നിത്യഹരിത വന മേഖല ഇത് കാണപ്പെടുന്നത് വ്യാപിച്ചു കിടക്കുന്നത് എന്നാണ്. നമുക്ക് അടുത്ത ടോപ്പിക്ക് നോക്കാം. അപ്പോൾ ഇനി ടോപ്പിക്കൽ സെമി എവർഗ്രീൻ ഫോറസ്റ്റിനെ പറ്റിയാണ്. അപ്പോൾ ഈ ഫോറസ്റ്റ് പലപ്പോഴും ഉഷ്ണമേഖല നിത്യഹരിത വനത്തോട് ചേർന്ന് രൂപം കൊള്ളുന്നു.
ഈ നിത്യഹരിത വനമേഖലകളെ അപേക്ഷിച്ച് ഈ മേഖലകൾ മഴ കുറവാണ്. അപ്പം നമ്മൾ പഠിച്ചീനല്ലേ, അപ്പോൾ ടോപ്പിക്കൽ എവർഗ്രീൻ ഫോറസ്റ്റിൽ നല്ല മഴയായിരിക്കും. പക്ഷെ അതിനോട് സംബന്ധിച്ച് ഈ ഒരു മേഖല അല്ലെങ്കിൽ സെമി എവർഗ്രീൻ ഫോറസ്റ്റിൽ മഴ കുറവായിരിക്കും എന്നാണ് പറഞ്ഞത്. അപ്പോൾ നിത്യഹരിത വനങ്ങൾക്കും ഇലപൊഴിയും വനങ്ങൾക്കും ഇടയിലുള്ള സംക്രമണ മേഖലയായാണ് ഈ വനങ്ങളെ കണക്കാക്കപ്പെടുന്നത്. ഇനി നമുക്ക് അടുത്ത ടോപ്പിക് നോക്കാം. ഇനി ടോപ്പിക്കൽ മോസ്റ്റ് ഡെലിക്യുവസ് ഫോറസ്റ്റ് ആണ്. അപ്പോൾ ഉഷ്ണമേഖല ഈർപ്പമുള്ള ഇലപൊഴിയും വനം. അപ്പോൾ ഇന്ത്യയിലെ ഏറ്റവും സാധാരണമായ വനങ്ങളിൽ ഒന്നാണ് ഉഷ്ണമേഖല ഈർപ്പമുള്ള ഇലപൊഴിയും വനങ്ങൾ എന്ന് പറയുന്നത്. മൺസൂൺ വനങ്ങൾ എന്നും അപ്പോൾ ഇവ അറിയപ്പെടുന്നു. ഈ ആവാസ വ്യവസ്ഥയിലെ മരങ്ങൾ വരണ്ട സീസണിൽ ഇലകൾ നഷ്ടപ്പെട്ട് ജലത്തെ സംരക്ഷിക്കാൻ അനുയോജ്യമാണ്. അപ്പോൾ ചക്ക, പിന്നെ തേക്ക്, ചന്ദനം തുടങ്ങിയ മരങ്ങൾ ഉദാഹരണം മാനുകൾ, പുലികൾ, മറ്റ് പക്ഷികൾ എന്നിവ ഈ കാടുകളിൽ താമസിക്കുന്നുണ്ട്. പിന്നെ ഉഷ്ണമേഖല വരണ്ട ഇലപൊഴിയും വനം കേരളത്തിലെ ഏറ്റവും സാധാരണമായ വനങ്ങളിൽ ഒന്നാണ്. അപ്പൊ ഈ വനങ്ങൾ ശരാശരി കുറഞ്ഞ മഴയും തെളിഞ്ഞ വരണ്ട കാലാവസ്ഥയുമുള്ള പ്രദേശം കാണപ്പെടുന്നു. അപ്പൊ നമ്മൾ കാണുന്ന സാധാരണ എല്ലാ ഫോറസ്റ്റും എന്ന് പറയുന്നത് ഈ ഒരു ഫോറസ്റ്റ് ആണ് കേട്ടോ. കാരണം സാധാരണ ഈ ഒരു ഫോറസ്റ്റ് ആണിത്. ഇനി നമുക്ക് അടുത്ത ടോപ്പിക് നോക്കാം. അപ്പോൾ ഡ്രൈ ഡെലീഷ്യസ് ഫോറസ്റ്റ്. അപ്പോൾ ഈ ഒരു ഫോറസ്റ്റ് കേരളത്തിൽ വളരെ കുറവാണ്. പശ്ചിമഘട്ടത്തിന്റെ കിഴക്കൻ ചരിവുകളിൽ പടിഞ്ഞാറൻ ഭാഗത്തെ അപേക്ഷിച്ച് മഴയുടെ തോത് വളരെ കുറവുള്ള പ്രദേശങ്ങളിൽ ഇവ കാണപ്പെടുന്നത്. അതായത് ചിന്നാർ വന്യജീവി സങ്കേതത്തിലെ ആനമലയുടെ വടക്കൻ ചരിവ്, പിന്നെ മണ്ണാർക്കാട് ഡിവിഷന്റെ കിഴക്കൻ ഭാഗം, പിന്നെ മഴ കുറവായ തെക്കൻ വയനാട് വന്യജീവി സങ്കേതം എന്നിവിടങ്ങളിലാണ് ഇത്തരം വനങ്ങൾ കാണപ്പെടുന്നത്. അപ്പോൾ ഈ വനങ്ങളിൽ വളരുന്ന മരങ്ങളിൽ തേക്ക്, തണ്ണി, കടുക്ക, മരുത്, ചന്ദനം തുടങ്ങിയവയാണ് ഉണ്ടാകുന്നത്. നമുക്ക് അടുത്ത ടോപ്പിക് നോക്കാം. ഇനി ടെമ്പറേറ്റ് ബോർഡ് ലീവ്സ് ഫോറസ്റ്റ് ആണ്. വിശാലമായ ഇലകളുള്ള വനങ്ങളെ പറ്റിയാണ് ഇനി പറയുന്നത്. അന്തരീക്ഷത്തിൽ ഉയർന്ന മഴയും കുറഞ്ഞ താപനിലയും ഉയർന്ന മലനിരകളിൽ വികസിച്ചെടുത്ത ഒരു തരം വനമാണിത്. പാലക്കാട് ജില്ലയിലെ സൈലന്റ് വാലിയും കൊല്ലം ജില്ലയിലെ തേന്മലയും ഇത്തരത്തിലുള്ള കാടുകളുള്ള ഉത്തമ ഉദാഹരണങ്ങളാണ്. പിന്നെ ഇനി അടുത്തത് നോക്കാം. ഇനി ഗ്രീൻ ലാൻഡ്സ് പുൽമേടുകളാണ്. പുൽമേടുകൾ പ്രധാനമായും ഉഷ്ണമേഖല, അതായത് ടോപ്പിക്കൽ എവർഗ്രീൻ ആൻഡ് സെമി എവർഗ്രീൻ ഫോറസ്റ്റിലാണ് വളരുന്നത്. മൂന്നാർ, സൈലന്റ് വാലി, അട്ടപ്പാടി എന്നിവിടങ്ങളിലും ഇത് കാണപ്പെടുന്നുണ്ട്. കുറ്റിച്ചെടികളും ചെറുമരങ്ങളുമാണ് ഈ പ്രദേശത്തിന്റെ പ്രധാന പ്രത്യേകതകൾ എന്ന് പറയുന്നത്. നല്ല ഭംഗിയായിരിക്കും ഈ ഒരു പ്രദേശം. കാരണം ഒരുപാട് പുൽമേടുകൾ നല്ല കുറ്റിച്ചെടികളും കാര്യങ്ങളൊക്കെ ആയിക്കാണ്ട് നല്ലൊരു ഭംഗിയുള്ളൊരു സ്ഥലമാവും എന്നാണ് പറയുന്നത്. ഇനി നമുക്ക് അടുത്ത ടോപ്പിക്കാണ് മിനിസ്ട്രേക്ക ചതുപ്പുകൾ. അതെന്ന് പറയാൻ നിത്യഹരിത വനങ്ങളുടെ അതായത് എവർഗ്രീൻ ഫോറസ്റ്റിന്റെ താഴ്വരകളിൽ സ്ഥിതി ചെയ്യുന്ന വെള്ളക്കെട്ടുള്ള പ്രദേശമാണിത്. കൊല്ലം ജില്ലയിലെ കുളത്തൂർ, പുഴ, തെന്മല, അഞ്ചൽ, ശെന്തുരുണി മേഖലകളിൽ ഒതുങ്ങി നിൽക്കുന്ന അപൂർവവും പുരാതനവുമായ ആവാസ വ്യവസ്ഥയാണിത്. ഇനി നമുക്ക് അടുത്ത ടോപ്പിക് നോക്കാം. ഇനി മാംഗ്രോവ് ഫോറസ്റ്റ് എന്ന് നോക്കാം. കണ്ടൽ വനം എന്നാണ്. കടലോര മേഖലകളിൽ വളരുന്ന മരങ്ങളുടെയും കുറ്റിച്ചെടികളുടെയും ഒരു കൂട്ടമാണ് കണ്ടൽ കാടുകൾ എന്ന് പറയുന്നത്. കേരളത്തിലെ കായലുകളിലും നദീതീരങ്ങളിലും ഇവ സാധാരണയായി കാണപ്പെടുന്നത്. കേരളത്തിലെ 14 ജില്ലകളിൽ കണ്ടൽ കാടുകൾ 10 ജില്ലകളിലായി. ഏതൊക്കെയാണ് ജില്ലകൾ? തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ, പിന്നെ കോട്ടയം, എറണാകുളം, തൃശ്ശൂർ, മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് എന്നീ 10 ജില്ലകളിലാണ് ഇത് വ്യാപിച്ചു കിടക്കുന്നത്. ഏറ്റവും കൂടുതൽ കണ്ടൽ കാടുകൾ ഉള്ളത് കണ്ണൂർ ജില്ലയിലാണ്. പിന്നെ തൊട്ടു പിന്നാലെ കോഴിക്കോട് ജില്ലയിലും, പിന്നെ എറണാകുളം ജില്ലയിലെ പുതുവൈപ്പിലാണ് പ്രധാന കണ്ടൽ കാടുകൾ കാണപ്പെടുന്നത്. ഇനി നമുക്ക് അടുത്ത ടോപ്പിക് നോക്കാം. കാഡമാൻ ഹിൽസ് റിസർവ്സിനെ പറ്റിയാണ് ഇനി പറയാൻ പോകുന്നത്. ഇത് ഇടുക്കി ജില്ലയിലെ പീരുമേട്, ഉടുമ്പൻചോല താലൂക്കുകളിൽ സ്ഥിതി ചെയ്യുന്ന പശ്ചിമഘട്ടത്തിലെ വനമേഖലയാണ്. ഏലം മല
സംരക്ഷിത അപ്പോൾ പ്രദേശം അല്ലെങ്കിൽ കാർബൺ ഹിൽ റിസർവ്സ് എന്ന് പറയുന്നത്. അപ്പോൾ കോട്ടയം, മൂന്നാർ ഫോറസ്റ്റ് ഡിവിഷനുടെ കീഴിലാണ് ഈ വനമേഖല ഉള്ളത്. പിന്നെ അതേപോലെ തന്നെ സുഗന്ധദ്രവ്യങ്ങൾ ഏലം, കുരുമുളക്, കറുവാപ്പട്ട എന്നിവയാണ് ഈ പ്രദേശങ്ങളിൽ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇത്ര കാര്യങ്ങളാണ് ഈ ഒരു ഫോറസ്റ്റിനെ പറ്റി പറയാനുള്ളത്. ഇനി നമുക്ക് അടുത്ത ടോപ്പിക്കിലേക്ക് പോവാം. ഇനി നെക്സ്റ്റ് ടോപ്പിക് എന്ന് പറഞ്ഞാൽ ഫോന അല്ലെങ്കിൽ ജന്തുജാലങ്ങളെ പറ്റിയാണ്. അതായത് ഓരോ എനിമൽസ് കാര്യങ്ങളൊക്കെ നമ്മുടെ കേരളത്തിൽ ഓരോ എനിമൽസിനൊക്കെ പറ്റിയാണ്. നമ്മുടെ ഈ കൊച്ചു കേരളത്തിൽ എന്തൊക്കെ വെറൈറ്റി ആയിക്കാണ്ടിൽ എനിമൽസ് ഉണ്ടോ നോക്കാം. അപ്പോൾ ഏഷ്യൻ ആന, ബംഗാൾ കടുവ, പുല്ലിപ്പുലി, അപ്പോൾ നീലഗിരി തഹറ്, ഗ്രിസിൽഡ് ഭീമൻ അണ്ണാൻ, വലിയ അണ്ണാനിനാട്ടോ ഗ്രിസിൽഡ് ഭീമൻ അണ്ണാൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ അപ്പോൾ വെറൈറ്റി അല്ല നമ്മളുടെ അപ്പം കേരളത്തിലില്ല കൊച്ചു ജന്തുജാലങ്ങൾ എന്ന് പറയുന്നത്. പിന്നെ അതേപോലെ പശ്ചിമഘട്ടത്തിലെ ഉയർന്ന ശ്രേണിയുടെ പ്രത്യേകതയാണ് വന്യജീവി വനമേഖലകൾ. പിന്നെ അതേപോലെ കേരളത്തിൻ്റെ വന്യജീവി വകുപ്പിൻ്റെ കണക്കനുസരിച്ച് കേരളത്തിൽ 5 ദേശീയ ഉദ്യാനങ്ങളും 2 കടുവ സംരക്ഷണ കേന്ദ്രങ്ങളും 14 വന്യജീവി സങ്കേതവും ഒരു കമ്മ്യൂണിറ്റി റിസർവും ഏകദേശം 3213 അപ്പോൾ 24 ചതുരശ്രീ കിലോമീറ്റർ വിസ്തൃതിയിലുണ്ട്. ഇനി ഏതൊക്കെയാണ് വന്യജീവി സങ്കേതങ്ങൾ നോക്കാം. പെരിയാർ ടൈഗർ റിസർവ്, പിന്നെ നെയ്യാർ വൈൽഡ് ലൈഫ് സെഞ്ചുറി, പിന്നെ ഇടുക്കി, പിന്നെ അതുപോലെ പീച്ചി, വയാനി, പിന്നെ അതേപോലെ പറമ്പിക്കുളം, പിന്നെ അതേപോലെ വയനാട് പെപ്പറ, അപ്പം സെന്തൂർണി, പിന്നെ അതേപോലെ തന്നെ ചിന്നാറ്, ചിമ്മുണ്ണി, പിന്നെ അതേപോലെ അറലാം. അപ്പോൾ ഇനി നമുക്ക് സൈലന്റ് വാലിയെ പറ്റി വിശദമായി നോക്കാം. അവിടെ എന്തൊക്കെ അപ്പോൾ ജന്തുജാലങ്ങൾ ഉണ്ട് എന്ന് നോക്കാം. ആനകൾ, സിംഹവാലൻ, മക്കാക്ക്, നീലഗിരി ലങ്കൂർ, പിന്നെ നീലഗിരി തഹറ്, പിന്നെ കടുവ, പുല്ലിപ്പുലി, സൗത്ത് ബിയർ, ഗൗറ് അപ്പോൾ എന്നിവയൊക്കെയാണ് പ്രധാനപ്പെട്ട ജന്തുജാലങ്ങൾ എന്ന് പറഞ്ഞാൽ അവിടുത്തെ. പിന്നെ അതേപോലെ സൈലന്റ് വാലി, പെരിയാട് ടൈഗർ റിസർവ്, അപ്പോൾ ശെന്തുരുണി വന്യജീവി സങ്കേതം തുടങ്ങിയ അർദ്ധ നിത്യഹരിത വനങ്ങൾ. പിന്നെ അതേപോലെ തന്നെ എറണാകുളം ജില്ലയിലെ കോതമംഗലം താലൂക്കിൽ സ്ഥിതി ചെയ്യുന്ന തക്കേക്കാട് പക്ഷി സങ്കേതത്തിൽ നിരവധി പക്ഷികളും ഇടയ്ക്കിടയ്ക്ക് സന്ദർശിക്കുന്ന സസ്തനികളും അപ്പം താമസിക്കുന്നുണ്ട് എന്നാണ് പറയുന്നത്. പിന്നെ അതേപോലെ തന്നെ കേരളത്തിലെ ഏക സംസ്ഥാന സംരക്ഷിത കമ്മ്യൂണിറ്റി അപ്പോൾ റിസർവാണ് അപ്പം കടലുണ്ടി വള്ളിക്കുന്ന് കമ്മ്യൂണിറ്റി റിസർവ് എന്ന് പറയുന്നത്. അപ്പോൾ ആകെ ഇല്ല സംസ്ഥാനത്ത് ആകെ കേരളത്തിലെ ഏക സംരക്ഷണ കമ്മ്യൂണിറ്റി റിസർവാണ് കടലുണ്ടി വള്ളിക്കുന്ന് കമ്മ്യൂണിറ്റി റിസർവ് കേട്ടോ. അപ്പോൾ ഇതിൽ ഉൾപ്പെടുന്നു. പിന്നെ ഇത് നിരവധി ഇനം ജന്തുജാലങ്ങൾ ഇതിൽ ഉൾക്കൊള്ളുന്നുമുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ കേരളത്തിലെ അപ്പം ജന്തുജാലങ്ങളൊക്കെ പറ്റി പറയാനുള്ളത്. ഇപ്പം നമ്മൾ ഒന്നാമത്തെ മോഡ്യൂൾ നമ്മൾ ഏകദേശം നമ്മൾ ഫുള്ളായി കവർ ചെയ്യും. ഇനി നമുക്ക് അടുത്ത ക്ലാസ് തൊട്ട് ഇതിൻ്റെ ക്വസ്റ്റ്യൻ ആൻസറും കാര്യമൊക്കെ നോക്കാം. ഇനി നമ്മൾ രണ്ടാമത്തെ മോഡ്യൂളായിരിക്കും നോക്കാം. ഇത് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ പറയേണ്ടി.